ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ബിഗ് ബോസിലെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഹോട്ടൽ ഒരു ഇതാണല്ലോ. അതുപോലെ തന്നെ ശോഭ, ഷിയാസ് കരീം, അതുപോലെ അവർ പോയതിന് ശേഷം റിയാസ് വന്നിട്ടുണ്ടായിരുന്നു. റിയാസ് വന്ന് ശോഭ, ഷിയാസ് കരീം അത്രയ്ക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നില്ല. എന്നാലും ശോഭ അനീഷിനെ ഭയങ്കരമായിട്ട് അവഹേളിക്കുന്ന തരത്തിലൊക്കെ അതിൽ കണ്ടതാണ്. ഭയങ്കരമായിട്ട് അവനെ മാത്രം ഒറ്റപ്പെടുത്തുന്ന ആ ഒരു രീതിയൊക്കെ ശോഭ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷിയാസ് കരീമും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ റിയാസ് വന്നതോടുകൂടി ബിഗ് ബോസിലെ ആ ഒരു അന്തരീക്ഷം തന്നെ മാറിയെന്ന് പറയാം. പമ്മി കിടന്നിരുന്ന ആദിലേക്ക് സ്വഭാവം മാറി. അതുപോലെ തന്നെ റിയാസ് ഫേവറിസം അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. റിയാസിന് പറ്റിയ ആളുകളെ മാത്രം റിയാസ് ഒപ്പം നിർത്തുകയും അതുപോലെ തന്നെ അവർക്ക് മാത്രം കോയിൻസ് കൊടുക്കുകയും ബാക്കിയുള്ളവരെ പ്രൊവോക്ക് ചെയ്യിപ്പിച്ച് ഒരു ഹോട്ടൽ അതിഥിയായിട്ട് വരിക എന്ന് പറയുമ്പോൾ, ഹോട്ടലിലോട്ട് ഒരു അതിഥിയായിട്ട് വരിക എന്ന് പറയുമ്പോൾ ഒരിക്കലും ഹോട്ടലിലുള്ള ജീവനക്കാരെ ആരും വെറുപ്പിക്കാറില്ല. അവർ ആവുന്നതും കൂടെ നിർത്താനും അതുപോലെ ടിപ്സൊക്കെ നൽകി അവരെ ഇത് ചെയ്യാനാണ് നോക്കുക. പക്ഷേ അടിമുടി തെറ്റിച്ചുകൊണ്ടാണ് റിയാസ് ചെയ്തത്. പണ്ട് മുതലേ റിയാസ് നേരത്തെ വന്ന റോബിൻ്റെ ആ ഒരു സീസണിലും ഇതുപോലെ തന്നെയായിരുന്നു. വെറുപ്പിക്കലിൻ്റെ അങ്ങേയറ്റത്തെ വെറുപ്പിച്ചിട്ടാണ് റിയാസ് പുറത്തു പോയത്. റിയാസിൻ്റെ ഒരു വിചാരമുണ്ട്, റിയാസ് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയാൽ വലിയ ആളാണ്, ഞാൻ എന്തൊക്കെയോ ആണ് എന്നുള്ളൊരു അഹംഭാവമുണ്ട് പുള്ളിക്കാരൻ. പക്ഷേ അത് മൊത്തത്തിലും ചീറ്റിപ്പോകുന്ന ആ ഒരു രീതിയാണ് അവിടെ കണ്ടത്. നമുക്ക് തന്നെ വെറുപ്പുളവാക്കുന്ന ആ ഒരു രീതിയാണ് കണ്ടത്. ഷാനവാസുമായിട്ടുള്ള ആ ഒരു ഇഷ്യൂസും കാര്യങ്ങളും ഒരിക്കലും ആർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അവൻ ചെയ്യുന്നത്. ആർക്കാണെങ്കിലും ക്ഷമ നശിച്ചു പോകും. ആ ഒരു രീതിയാണ് പുള്ളിക്കാരൻ ചെയ്തത്. അവരത്രത്തോളം ക്ലീനാക്കി ഇട്ടിട്ടും ഇവൻ വന്നിട്ട് മൊത്തം വലിച്ചു വാരി ഇടുക. അതുപോലെ തന്നെ ഷാനവാസുമായിട്ട് കുറച്ച് നെവിനിപ്പോൾ നേരത്തെ ആ ഒരു ഇഷ്യൂയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷാനവാസിനും നെവിനും തമ്മിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മുതലെടുക്കുകയാണ് നെവിൻ ചെയ്തത്. നെവിനാണെങ്കിൽ റിയാസിൻ്റെ കൂടെ കൂടിയിട്ട് കൂടുതലായിട്ട് എങ്ങനെയൊക്കെ ഷാനവാസിനെ പ്രൊവോക്ക് ചെയ്യിപ്പിക്കാമോ അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ച് അവൻ്റെ ഒപ്പം നിന്ന് റിയാസും നെവിനും പിന്നെ പറയും വേണ്ട, രണ്ടുപേരും ഒരേ ത്രാസിലിട്ട് ഒരേപോലെ തൂങ്ങും. ആ ഒരു രീതിയാണ് അവർ രണ്ടാളുടെയും സ്വഭാവം. അപ്പോൾ ആ ഒരു ഇത് ഭയങ്കര വെറുപ്പിക്കുന്ന ഒരു രീതിയായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ അനീഷിനാണെങ്കിലും അങ്ങനെ തന്നെ. പുള്ളിക്കാരനും ഇത്രത്തോളം അനീഷിനും പക്ഷെ കളി അവരുടെ ആ ഒരു കളി എന്താണെന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് പുള്ളിക്കാരൻ ക്ഷമയോടുകൂടി നിന്നു. അവരുടെ ഉദ്ദേശമായിരുന്നു അനീഷിനെയും ഷാനവാസിനെയും എങ്ങനെയെങ്കിലും പ്രൊവോക്ക് ചെയ്യിപ്പിച്ച് അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീണ് പുറത്ത് ആക്കാം എന്നുള്ളൊരു രീതിയാണ്. പക്ഷേ അനീഷ് അത് കളി മനസ്സിലാക്കി കളിച്ചു. പക്ഷേ ഷാനവാസ് ആദ്യം കളി മനസ്സിലായില്ലെങ്കിലും പിന്നീട് പുള്ളിക്കാരനത് മനസ്സിലായി. ഇപ്പോൾ റിയാസ് ആണെങ്കിൽ ആദിലാനെയും അതുപോലെ നെവിനെയും ഒനീലിനെയൊക്കെയാണ് ഫേവറേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ നോമിനേഷന് ഒരാളെ ക്യാപ്റ്റൻസി നോമിനേഷനിൽ ഒരാളെ നേരിട്ട് ഇതാക്കാന്ന് പറഞ്ഞപ്പോൾ ഒനീലിനെയാണ് റിയാസ് സെലക്ട് ചെയ്തതും. അതൊക്കെ ഒരു തരത്തിൽ നോക്കുമ്പോൾ ഭയങ്കര അത് തോന്നി. അതുപോലെ തന്നെ അനീഷും ഷാനവാസും അവിടെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടും അവർക്കൊരു ഇതുപോലും സ്റ്റാർ പോലും കൊടുത്തില്ല, ഒരു കോയിന് പോലും കൊടുത്തില്ല. അപ്പം ഒരു അർഹതയില്ലാത്ത ആളുകൾക്കാണ് കൊടുത്തത്. അതുപോലെ തന്നെ അനീഷ് അത് അവിടെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അത്രത്തോളം ക്ഷമയോടുകൂടി ഇരുന്നിട്ട് അനീഷ് വിചാരിച്ചു ഒരു കോയിനെങ്കിലും കിട്ടും എന്നുള്ളത് വിചാരിച്ചു. പക്ഷെ കൊടുത്തില്ല. ആ ഒരു കോയിനെങ്കിലും കിട്ടുമെന്ന് പുള്ളിക്കാരൻ വിചാരിച്ചു. പുള്ളിക്കാരനക്ക് കോയിനുകൾ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ പല ബെനിഫിറ്റും ഉണ്ട്. നേരത്തെ വന്ന വൈൽഡ് കാർഡ് എൻട്രി നോമിനേഷൻ ആരെയും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു രീതിയിലൊക്കെ ആക്കി വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഫ്രീ ആവുമായിരുന്നു. പക്ഷേ ഇതെല്ലാം അറിയുന്നത് കൊണ്ട് തന്നെ അനീഷിന് ആ ഒരു ചാൻസ് കൊടുത്തിട്ടേ ഇല്ലെന്ന് തന്നെ പറയാം. ആ പുള്ളിക്കാരൻ എല്ലാവരിലും വെച്ചിട്ട് ഏകദേശം നന്നായി കളിക്കുന്ന വ്യക്തികൾ എന്ന് പറയുകയാണെങ്കിൽ ഷാനവാസും അതുപോലെ തന്നെ അനീഷുമാണ്. പക്ഷേ ഇവൻ വന്നിട്ട് അത് മൊത്തം കുളമാക്കുന്ന രീതിയിലാണ് കൊണ്ടുപോയത്. നെവിൻ കുറച്ചൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷേ റിയാസ് വന്നതോടുകൂടി നെവിൻ്റെ ഉള്ള ഇത് മൊത്തവും പോയി എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ പമ്മി ഇരുന്ന ആദിലയുടെയും തനി സ്വരൂപം പുറത്ത് വന്നു എന്ന് തന്നെ പറയാം. ഷാനവാസും നെവിനും തമ്മിലുള്ള
ഇഷ്യൂ ആരും കേൾക്കാതെ ഷാനവാസൻ ആദിലോട് മാത്രം പറഞ്ഞ കാര്യമാണ് പുള്ളിക്കാരി വന്നിട്ട് പബ്ലിക്കായിട്ട് മുമ്പിൽ പറയുകയും പിന്നെ അത് ഷാനവാസിന് പറയേണ്ടി വന്നതും. അപ്പോൾ അത് പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു കട്ടപ്പയായിട്ട് തന്നെയാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആദില പമ്മി ഇരുന്ന് ഷാനവാസിൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം പൊട്ടിത്തെറിച്ച് ആ ഒരു ഇതിൽ പറയുന്നത്. പക്ഷേ ഈ ഒരു അവസരം കിട്ടിയപ്പോൾ അവസരത്തിന് ഒത്തു തുള്ളാന്ന് പറയില്ല, അതുപോലെ തന്നെ അവസരം കിട്ടിയപ്പോൾ നെവിൻ്റെ കൂടെ കൂടുകയും അതുപോലെ റിയാസിൻ്റെ കൂടെ കൂടുകയും ഷാനവാസിനെ ഒന്നുമല്ലാത്ത രീതി ആക്കുകയാണ് അതിൽ ചെയ്തത്. അതുപോലെ തന്നെ പലതരത്തിലും അനുവിൻ്റെ കൂടെ ഇരുന്ന് അനുവിൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അപ്പുറത്തും ഇപ്പുറത്തും പോയിരുന്ന് അനുവിനെ കുറ്റപ്പെടുത്തുന്ന രീതിയും അതിൽ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ശൈത്യ ആയിരുന്നു കട്ടപ്പ എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ ശൈത്യ അല്ല ഇതിൽ യഥാർത്ഥ കട്ടപ്പ ആദില തന്നെയാണ്, പിന്നിൽ കുത്തുന്നത് ആദില തന്നെയാണെന്ന് 100% നമുക്ക് ഉറച്ച് തന്നെ പറയാം. അത്രത്തോളമാണ് ആ പുള്ളിക്കാരി അവിടെ കാണിച്ചു കൂട്ടുന്നത്. ഇങ്ങനെയുള്ള ഒരു ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്താണ്, ഒരു പവർ കിട്ടിയെന്ന് വെച്ചിട്ട് നമ്മൾ ആ ഒരു പവർ വെച്ചിട്ട് താഴെയുള്ള ആളുകളെ ഇങ്ങനെ അവഹേളിക്കില്ല ചെയ്യേണ്ടത്, നമ്മളാൽ കഴിയുന്ന ആ ഒരു ഇതാണ് ചെയ്യേണ്ടത്. പക്ഷേ പുള്ളിക്കാരി അങ്ങനെയല്ല ചെയ്തത്, എല്ലാ തരത്തിലും ഫ്ലോപ്പായിട്ടുള്ളൊരു ഇതാണ് ചെയ്തത്. നേരത്തെ ലക്ഷ്മി ആയിട്ടുള്ള ഒരു പ്രശ്നത്തിലൊക്കെ പുള്ളിക്കാരിക്ക് പുറത്ത് നല്ലൊരു ഇമേജ് ഉണ്ടായിരുന്നു, പാവമാണ് അതിൽ, ആ പിള്ളേരെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയാണ് എല്ലാവരും കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ആദിലയും അതുപോലെ നൂറയും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ നോക്കിയിരിക്കുന്ന ആ ഒരു ഇതൊക്കെ പുറത്ത് ഭയങ്കര എന്താണ് പുള്ളിക്കാരിക്ക് പോസിറ്റീവാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരൊറ്റ അതുകൊണ്ട് റിയാസിൻ്റെ ആ ഒരു ഇതുകൊണ്ട് എല്ലാം ഇവരുടെ എല്ലാ ഇതും പോയി എന്ന് തന്നെ പറയും. നൂറ പിന്നെ വലിയ അത് പുറത്ത് കാണിച്ചിട്ടില്ല, ക്ലീനിങ്ങിൻ്റെതായതുകൊണ്ട് നൂറയുടെ കാര്യങ്ങളൊന്നും പുറത്ത് അങ്ങനെ കാണിച്ചിട്ടില്ല. അപ്പോൾ അർഹതപ്പെട്ടവർക്ക് കോയിൻ കൊടുക്കാതിരിക്കുകയും അർഹതയില്ലാത്തവർക്ക് കോയിൻ കെടുക്കുകയാണ് ഇവിടെ വന്ന ഗസ്റ്റ് മുഴുവൻ ചെയ്തത് എന്ന് തന്നെ പറയാം. അവരുടെ ഫേവറേഴ്സുമാണ് അവിടെ കാണിച്ചത്. അതുപോലെ തന്നെ അനുമോളുടെ പ്ലാച്ചിയെ കളഞ്ഞ ഒരു ഇതുണ്ട്, ഷാനവാസ് അല്ല ഷിയാസ് കരീം, അത് ഒരു തരത്തിൽ നല്ലതായി നിന്ന് പറയാം. അനു ആ പാവയിൽ മാത്രം ഒതുങ്ങി പോകുന്നത് കൊണ്ടായിരിക്കാം, അത് പുറത്തുനിന്നുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻ കൊണ്ടായിരിക്കാം അതെടുത്ത് കളഞ്ഞത്, ഫസ്റ്റ് വന്ന ദിവസം തന്നെ അതെടുത്ത് കളഞ്ഞത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ആദിലയോടും അതുപോലെ നെവിൻ്റോടും ഉള്ള ആ ഒരു ഇമേജ് മൊത്തത്തിൽ എല്ലാവർക്കും പോയി എന്ന് തന്നെ പറയാം. ഓരോ കമൻറ്റുകൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, നമ്മൾ എല്ലാത്തിനും ആ ഓരോ കമൻറ്റുകളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും ഇവരോട് വെറുപ്പായി, ഇവള് പിന്നിൽ നിന്നൊക്കെ കുത്തുന്ന കട്ടപ്പയാണെന്നുള്ള തരത്തിൽ എല്ലാ ആളുകളും പറയണം. ആർക്കും ആദിലോടുള്ള ആ ഒരു മതിപ്പ് കംപ്ലീറ്റ് പോയി. ആദിലയും നൂറയുമുള്ള ആ ഒരു ലൈഫ് ആർക്കും പുറത്തുള്ളവർക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ബിഗ് ബോസിൽ വന്നതിന് ശേഷം എല്ലാവരും അത് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അവരെ നല്ല വ്യക്തികളാണ്, നല്ല വ്യക്തിത്വത്തിന് ഉടമകളാണെന്നൊക്കെയുള്ള രീതിയിൽ എല്ലാവരും അവരെ ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു. പക്ഷേ ആദില ഈ ഒരു റിയാസിൻ്റെ കൂടെ കൂടിയിട്ടുള്ള ആ ഒരു ഇതുകൊണ്ട് മൊത്തത്തിൽ ആദിലയോടുള്ള എല്ലാ വിശ്വാസവും കാര്യങ്ങളും പോയി. അതുപോലെ തന്നെ പിന്നിൽ നിന്ന് കുത്തുന്നത് ശൈത്യയല്ല ആദിലയാണ് എന്നുള്ള സത്യം പുറത്ത് വരികയും ചെയ്തു. ഒരാൾ പുറത്ത് പോയതിന് ശേഷമാണ് ആ വ്യക്തി എത്രമാത്രം നല്ലതായിരുന്നത് പിന്നീടാണ് അത് മനസ്സിലാക്കുന്നത്. പക്ഷേ ആദിലയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ ഇപ്പോൾ റിയാസ് വരേണ്ടി വന്നു എന്ന് തന്നെ പറയാം. റിയാസ് വന്നതിന് ശേഷം അവിടെ ഉണ്ടായൊരു ഗുണം എന്ന് പറയണമെങ്കിൽ ഏറ്റവും ഗുണം ഉണ്ടായിരിക്കുന്നത് ലക്ഷ്മിക്കാണെങ്കിൽ ഒരു ക്യാമറ സ്പേസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ റിയാസ് വന്നതോടുകൂടി റിയാസ് ഓരോന്ന് പറഞ്ഞ് അതുപോലെ ശോഭയും പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് ആ പുള്ളിക്കാരിക്ക് കുറച്ചൊക്കെ ക്യാമറ സ്പേസ് അവിടെ വന്നു. അപ്പോൾ ലക്ഷ്മി ചോദിച്ചത് യാതൊരു തെറ്റുമില്ല എന്നതാണ് ഇതിന്ന് മനസ്സിലാക്കുന്നത്. ഏറ്റവും വലിയ ഇത് ആദില തന്നെയാണ്. പിന്നെ കുറേ കമൻസ് കണ്ടു, നൂറയ്ക്ക് വീട്ടിൽ പോകണമെന്നുണ്ട്, പക്ഷേ ആദില പോകാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് നൂറ പോവാത്തതെന്നുള്ള തരത്തിലും കണ്ടു. പക്ഷേ കുറേ എപ്പിസോഡ് എടുത്ത് നോക്കിയ സമയത്ത് ഫസ്റ്റൊക്കെ നൂറ ഒതുങ്ങിയിരിക്കുകയും ആദില പൊട്ടിത്തെറിക്കുന്ന ആ ഒരു ഇതാണ് കണ്ടത്. പക്ഷേ ഇടയിൽ പിന്നെ കുറച്ചങ്ങ് വന്നതിന് ശേഷം ആദില ഒതുങ്ങുകയും നൂറ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം ആണ് കണ്ടത്. ഇപ്പോൾ ആദിലയുടെ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു സ്വഭാവം യഥാർത്ഥത്തിൽ പുറത്തു വന്നു എന്ന് തന്നെ ഈ ഒരു റിയാസ് വന്ന എപ്പിസോഡിൽ നിന്ന് മനസ്സിലായി. എന്തായാലും കൂടെ നിന്ന് ചതിക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ ഇത് തന്നെയാണ്. ഒരാളിൽ നിന്ന് സത്യങ്ങളെല്ലാം മനസ്സിലാക്കി പബ്ലിക്കായിട്ട് അത് അയാൾ പോലും അറിയാതെ പബ്ലിക്കിന് മുമ്പിൽ പെട്ടെന്ന് അത് പറയുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ഇത് ഒന്നും ചിന്തിക്കാതെ പുള്ളിക്കാരി എടുത്തിട്ട് പറയണം. അപ്പോൾ അതിൽ പറഞ്ഞത് കൊണ്ട് തന്നെ ഷാനവാസിനും അത് ഒളിച്ച് വെക്കേണ്ടി വന്നില്ല. അതുപോലെ തന്നെ പ്രവീൺ പറയുന്നുണ്ട്, ഞാൻ ആദിലയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഇത് എന്താണ് നെവിൻ തൊട്ടത് വലിയ പ്രശ്നമായിട്ട് തോന്നി
തോന്നിയില്ല. എന്താ പറയുക, സാധാ ഒരു ആദ്യം ഒരു ബാഡായിട്ട് തോന്നിയെങ്കിൽ പിന്നെ അത് എനിക്ക് അങ്ങനെ ആയിട്ട് തോന്നിയില്ല, ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ടാണ് തോന്നിയത്. പക്ഷേ ഈ ആദില ആ ഒരു ഇതിൽ നോമിനേഷൻ്റെ ആ ഒരു ഇത് വന്നിട്ട് ഓപ്പൺ നോമിനേഷനിൽ വന്നിട്ട് പറഞ്ഞത് പ്രവീണിന് ഇതേപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിൽ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ്, നെവിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളിക്കാരി അവിടെ ഇരുന്നിട്ട് പുള്ളിക്കാരനെ ഇത് മാത്രം സേഫാക്കി ബാക്കിയുള്ളവരെ എല്ലാം കുറ്റപ്പെടുത്തി ബാക്കിയുള്ളവരെന്തെങ്കിലും പുള്ളിക്കാരിയോട് രഹസ്യം പറയുന്നതെല്ലാം പിന്നിൽ നിന്ന് കുത്തുന്ന സ്വഭാവമാണ് ഈ ആദിലയ്ക്ക് ഉള്ളത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ആദിലയുടെ തനി സ്വരൂപം പുറത്ത് വന്നു എന്ന് തന്നെ വ്യക്തമാണ്. എന്തായാലും ആദിലയെക്കുറിച്ചും അതുപോലെ നെവിനെ കുറിച്ചൊക്കെ റിയാസ് വന്ന ആ എപ്പിസോഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, അതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.